ലേണിംഗ് ടു ബി എ മദർ. അപ്പോൾ ഒരു അമ്മയാകാൻ പഠിക്കുക എന്നുള്ളൊരു ചാപ്റ്ററാണ്. അതിലെ റൈറ്റർ എന്ന് പറയുന്നത് ശശി ദേശ്പാണ്ഡെ എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹം ഈ ശശി ദേശ്പാണ്ഡെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വെൽ റിനൗണ്ട് റൈറ്റിംഗ് ഓതറാണ്. അതുപോലെ തന്നെ വുമൺ വുമണിൻ്റെ ചാലഞ്ചസ് ഒക്കെ അവരുടെ ജീവിതത്തിൽ ഫേസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു റൈറ്ററാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ്. അപ്പം she began publishing her writing from 1978. She began with her short story collection, The Legacy and Other Stories. അപ്പോൾ അതൊക്കെയാണ് പുള്ളിക്കാരുടെ ബയോഗ്രഫി എന്ന് പറയുന്നത്. പത്മശ്രീ അവാർഡ് ചെയ്ത റൈറ്ററും കൂടെയാണ്. Learning to be a mother can be seen as an autobiographical work by Shashi Deshpande. It looks at the role of a mother has to play in the family. അപ്പോൾ ഈ ഒരു രണ്ട് ചാപ്റ്റർ, ലേണിംഗ് ടു ബി എ മദറും മാൽക്കം എക്സിന്റെ ഒരു ചാപ്റ്റർ, ഇനി വരാൻ പോകുന്ന 2 ചാപ്റ്റേഴ്സും അവരുടെ ബയോഗ്രഫിക്കൽ റൈറ്റിംഗ് ആണ്. അവരുടെ ജീവിതാനുഭവം എഴുതിയിരിക്കുന്ന ഒരു 2 കഥകളാണ്. അപ്പം 2 കഥകളല്ല, 2 വർക്കാണ്. അപ്പം ലേണിംഗ് ടു ബി എ മദർ എന്ന് പറയുന്നത് ശശി ദേശ്പാണ്ഡെയുടെ വിഷനും പുള്ളിക്കാരിയുടെ പുള്ളിക്കാരിയുടെ ചിന്തകളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇത്ര നാൾ പഠിച്ച കഥയും കാര്യങ്ങളൊന്നും അല്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ലൈഫ് റൈറ്റിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശശി ദേശ്പാണ്ഡെസ് ആർഗ്യുമെന്റ് ഈസ് ദാറ്റ്, അപ്പം ഇതിൽ നമ്മൾ ഒരു അമ്മയ്ക്കൊരു ഫാമിലിയിലുള്ള ഒരു പദവി അല്ലെങ്കിൽ ആ റോൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി തരികയാണ്. ശശി ദേശ്പാണ്ഡെസ് ആർഗ്യുമെന്റ് ഈസ് ദാറ്റ് എ മദർ ഷുഡ് ഓൾസോ ഹാവ് ഹെയർ ഓൺ ക്രിയേറ്റീവ് സ്പേസ്. അപ്പം ഈ ഒരു വർക്ക്, ഈ ഒരു സ്റ്റോറി ലേണിംഗ് ടു ബി എ മദർ എന്ന് പറയുന്ന ഈ ഒരു വർക്കിൽ, ഈ ഒരു എസ്സയിൽ നമ്മുടെ ശശി ദേശ്പാണ്ഡെ പറയുന്നത് അമ്മമാരുടേതായ ഒരു സ്പേസ്, ഒരു ക്രിയേറ്റീവ് സ്പേസ് കൊടുക്കണം എന്ന് വെച്ചാൽ ഇത്രയും നാൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെന്നെടുത്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരു ക്രിയേറ്റീവ് ഒരു സ്പേസ് നമ്മൾ ആണുങ്ങൾ കൊടുക്കാറില്ല. അവർ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി നിൽക്കുക, അല്ലെങ്കിൽ ഒരു കിച്ചണിൻ്റെ 4 കോണിൻ്റെ ഉള്ളിൽ മാത്രം ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് സ്ത്രീകൾക്ക് സാധാരണ പുരുഷന്മാർ കൽപ്പിച്ചിട്ടുള്ള ഒരു പണ്ട് മുതലേ കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ശശി ദേശ്പാണ്ഡെ അതിനെതിരെ പറയുന്ന ഒരു എസ്സേയാണ്. ഷീ ചലഞ്ചസ് ദ ട്രഡീഷണൽ നോഷൻസ് എസ്പെഷ്യലി ഇൻ മൂവീസ് വെയർ ദ വുമൻ ഹാസ് നോ ലൈഫ് ഓഫ് ഹെയർ ഓൺ ബിയോണ്ട് ദ ഫാമിലി. അപ്പം പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന സാമൂഹികമായ ചുറ്റുപാടുകളിലും അതുപോലെ തന്നെ സിനിമകളിലും എൻ്റർടൈൻമെൻറ്റ് മീഡിയാസിലെല്ലാം കണ്ടുവരുന്നത് സ്ത്രീകൾക്ക് ഒരു സ്ഥാനമില്ല ഫാമിലിയിൽ. അവൾ എപ്പോഴും ഒരു സാരിയും ചുറ്റിപ്പിടിച്ച് കുട്ടികളെ നോക്കി കിച്ചണിൽ കഴിഞ്ഞ് ജീവിക്കേണ്ട ഒരാളാണ്. അപ്പം ലേണിംഗ് ടു ബി എ മദർ നോക്കുകയാണ്. അപ്പം ഈ ഒരു എസ്സേ എന്ന് പറയുന്നത് സാധാ എസ്സേ പോലെയുള്ള നമ്മൾ പഠിച്ചു വരുന്ന ഒരു വുമൺ എംപവർമെന്റ് അല്ലെങ്കിൽ മദറിന്റെ ക്വാളിറ്റി പറയുന്ന ഒരു എസ്സേ അല്ല ഇതിൽ. ഇത് ഒരു റിയൽ മദർ എങ്ങനെയാണ് എന്നുള്ളത് ശശി ദേശ്പാണ്ഡെ പറഞ്ഞു തരാണ്. നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീ അമ്മയാണ്, അല്ലെങ്കിൽ സ്ത്രീ ഒരു ദൈവമാണ് എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെയാണ്. അപ്പം അതിൽ നേരെ വിപരീതമായിട്ടാണ് ശശി ദേശ്പാണ്ഡെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ എസ്സേ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ ഒരു ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നതിന് മുമ്പേ ഗോഡ് കനോട്ട് ബി എവരിവെയർ സോ ഹി ക്രിയേറ്റഡ് മദർ എന്ന് വെച്ചാൽ ദൈവം എല്ലായിടത്തും എത്താൻ ദൈവത്തിനെ കൊണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ദൈവം അമ്മമാരെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആ ഒരു പ്രതിരൂപമായിട്ട് തന്നെയാണ് അമ്മമാരെ ഈ ലോകത്തിലുള്ളത് എന്നുള്ളതാണ് തുടക്കത്തിൽ പറയുന്നത്. അപ്പം ആ ഒരു കൊട്ടേഷൻ അതാണ്. അപ്പം ഒന്നാമത് ശശി ദേശ്പാണ്ഡെ പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ പ്രതീക്ഷിക്കുന്ന, അല്ലെ നമ്മൾ അമ്മമാരെ കാണുന്ന ഒരു കൺസെപ്റ്റ്, അല്ലെ നമ്മളെ ചെറുപ്പം മുതൽ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്ക്, നമ്മൾ ചെറുപ്പം മുതൽ സ്കൂളുകളിൽ നിന്ന് പഠിച്ചു വരുന്ന ഒരു കാര്യമുണ്ട്. അമ്മ ഈസ് സ്റ്റാച്യു ഓഫ് ലവ്, ഫോർഗീവിങ്, സിമ്പത്തി, സ്നേഹത്തിൻ്റെ ഒരു ഉറവിടമാണ്. അതുപോലെ തന്നെ സഹനത്തിൻ്റെ അല്ലെങ്കിൽ സാക്രിഫൈസിൻ്റെ ഒക്കെ എല്ലാം ഒരു ഉറവിടമാണ് അമ്മ എന്ന് പറയും. അപ്പം ഐഡിയൽ മദർ കൺസെപ്റ്റ്, ഐഡിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്മമാരെങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അതെന്താണെന്ന് നോക്കും ശശി ദേശ്പാണ്ഡെ പറയാം. ഷീ സേസ് ദാറ്റ് എ മദർ ഈസ് ലൈക്ക് ഗോഡ്, ഓൾ ലവിങ് ആൻഡ് ഫോർഗീവിങ്. ഷീ വാണ്ട്സ് നത്തിങ് ഫോർ ഹെർസെൽഫ്, എവറിത്തിങ് ഈസ് ഫോർ ദി ചിൽഡ്രൻ ഓർ അതേഴ്സ്. ഷീ ഈസ് എ റെഫ്യൂജി, കൺസോളർ ആൻഡ് ലവ്സ് ഹെർ ചിൽഡ്രൻ ഈക്വലി. അപ്പം അമ്മമാരെന്ന് പറയുന്നത് ഒരു ദൈവങ്ങളെ പോലെയാണ്. അവർ സ്നേഹത്തിൻ്റെ ഒരു പ്രതിബിംബം, അല്ലെങ്കിൽ സഹനത്തിൻ്റെ, ഫോർഗീവിങ്,
ക്ഷമയുടെ ഒരു പര്യായമാണ് സ്ത്രീകൾ, അല്ല അമ്മമാരെന്ന് പറയുന്നത്. ഷീ വാണ്ട്സ് നത്തിങ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ആവശ്യമില്ല. അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ പിള്ളേർക്ക് വേണ്ടി, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി ത്യജിച്ചിരിക്കുകയാണ്. ഷീ വാണ്ട്സ് നത്തിങ്. ഷീ ഈസ് എ റെഫ്യൂജി. അതുപോലെ തന്നെ അവളൊരു കുടുംബത്തിലൊരു അഭയാർത്ഥിയാണ്. അതുപോലെ തന്നെ കൺസോൾ എന്ന് വെച്ചാൽ പ്രശ്നം പരിഹരിക്കുന്ന ഒരു പരിഹാരം കണ്ടെത്തുന്ന, എന്തിനും പരിഹാരം കണ്ടെത്തുന്ന, അതുപോലെ മക്കളെ തുല്യമായി സ്നേഹിക്കുന്ന, എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു അമ്മയാണ് ഐഡിയൽ മദർ എന്ന് പറയുന്നത്, ഒരു യഥാർത്ഥ അമ്മയെന്ന് നമ്മൾ പഠിച്ചു വരുന്ന കാര്യം. According to the mother, childbirth is both a painful and joyous process. ഇപ്പം ഓദറിനെ സംബന്ധിച്ച് ഒരു കുട്ടിയെ പ്രസവിക്കുക എന്ന് പറയുന്നത് വളരെ പെയിൻഫുള്ളും അതുപോലെ തന്നെ വളരെ ജോയ്ഫുള്ളും, നല്ല സന്തോഷം തരുന്ന ഒരു അനുഭൂതിയാണ്. Her most celebrated novel, The Dark Halls Not Terror, is about a mother-daughter conflict at its core. അതുപോലെ തന്നെ നമ്മുടെ ഈ എഴുത്തുകാരി അദ്ദേഹത്തിൻ്റെ നോവലിൽ ദ ഡാർക്ക് ഹോൾഡ് നോട്ട് ടെറേഴ്സ് എന്ന് പറയുന്ന ഇതിൽ പ്രധാന കഥാബിന്ദു എന്ന് പറയുന്നത് മദർ ഡോട്ടർ കോൺഫ്ലിക്റ്റ്, അമ്മയും മോളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു സ്റ്റോറി നമ്മുടെ ഓദർ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഐഡിയൽ മദർ എന്താണെന്ന് പഠിച്ചു. അത് നമുക്കറിയാം. അമ്മ സ്നേഹം, സിമ്പതി, ലവ്, ഫോർഗീവ്നെസ് എന്നൊക്കെ പറയുന്ന ഓരോ പര്യായം, ദൈവമാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ ദ റിയൽ മദർ എന്താണ്? ശശി ദേശ്പാണ്ഡെയുടെ കാഴ്ചപ്പാടിൽ ശശി ദേശ്പാണ്ഡെ ഓൾസോ ഒബ്സർവ് ദാറ്റ് മദർ ആർ കണ്ടീഷണൽ അബൌട്ട് ദെയർ ലവ് ഫോർ ഗുഡ് ബിഹേവിയർ. അപ്പം ശരിക്കും നമ്മളൊന്ന് ഇരുത്തി ആലോചിക്കുകയാണെങ്കിൽ അമ്മമാരെന്ന് പറയുന്നത് കണ്ടീഷണലാണ്. അവരുടെ സ്നേഹം എന്ന് പറയുന്നത് അതിന് ചില കണ്ടീഷൻസ് ഒക്കെ അമ്മമാരും വെക്കാറുണ്ട്. നമ്മൾ പറയുന്ന പോലെ എല്ലാ പിള്ളേരെയും ഒരുപോലെ ഒന്നും സ്നേഹിക്കാൻ അമ്മമാരെ കൊണ്ട് പറ്റത്തില്ല. ബട്ട് ദ റിയാലിറ്റി ഈസ് ദാറ്റ് മദർ ടയർ ഓഫ് ദെയർ ചിൽഡ്രൻ ആൻഡ് ആർ പാർഷ്യൽ, സംടൈംസ് ഈവൻ പ്ലേയിങ് ഓഫ് വൺ അഗെയിൻസ്റ്റ് അതർ. ഇപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള, അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരെ തന്നെ ജസ്റ്റ് നോക്കുക. ചില അമ്മമാർക്ക് ഒരാളോട് ഇച്ചിരി ഒരു സ്നേഹം കൂടുതൽ കാണും, അതുപോലെ തന്നെ അവരൊരു പാർഷ്യലായിരിക്കും. ഒരാളെക്കാളും ഇച്ചിരി കൂടെ ഒരു അളവ് ചില സമയത്തൊക്കെ അമ്മമാർക്ക് കൂടാറുണ്ട് സ്നേഹം. അതുപോലെ തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കാനും അമ്മമാരെ കൊണ്ട് സാധിക്കും. ദേ ക്യാൻ യൂസ് യുവർ സീക്രട്ട് അഗെയിൻസ്റ്റ് യു. അതുപോലെ തന്നെ നിങ്ങളുടെ സീക്രറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ട വിധത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാനും അമ്മമാർ ചിലപ്പോൾ നോക്കാറുണ്ട്. ദേ ക്യാൻ ഓൾസോ യൂസ് യു ടു അച്ചീവ് ദെയർ അംബിഷൻസ് ഫോർ യു ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് യു വാണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നിനക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു അംബീഷൻ ഉണ്ടെങ്കിൽ അമ്മമാരത് എങ്ങനെയെങ്കിലും അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മമാരുടെ ഉള്ളിലുള്ള ആ ഒരു സ്വപ്നം നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കാറുമുണ്ട്. They can get angry with their children, be partial and expose children's secret. They can suppress their children's desire and ambitions. അവർക്ക് അവരുടെ പിള്ളേരുടെ ആഗ്രഹങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും എല്ലാം അടിച്ചമർത്താനും നമ്മുടെ അമ്മമാർക്ക് സാധിക്കും. Thus they are more human than the like God they are portrayed. Mothers are human. Mother should also have her own creative space. She should not feel her life has become empty, especially after her children go away. Shashi Deshpande believes that women need both work and family equal. അപ്പം ശശി ദേശ്പാണ്ഡെ പറയാണ് മദേഴ്സ് ആർ ഹ്യൂമൻ എന്ന് വെച്ചാൽ മദേഴ്സ് ആർ ഹ്യൂമൻ എന്ന് പറയുന്നത് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അമ്മ എന്ന് പറയുന്നത് അമ്മമാർക്ക് മുമ്പേ തന്നെ അവർ ഒരു മനുഷ്യരാണ്. അവർക്കും നമ്മൾ ആണുങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെ അവർക്കും അവരുടേതായ ചിന്തകളുണ്ട്. ആണുങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെ അവർക്ക് അവരുടേതായ ഒരു ലോകവുമുണ്ട്. അതുകൊണ്ട് അമ്മമാരൊരിക്കലും ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റിൽ അമ്മമാരെ അവിടെ പ്രതിഷ്ഠിച്ച് വെക്കണ്ട എന്നാണ് നമ്മുടെ ഓദർ പറയുന്നത്. അപ്പോൾ അമ്മമാരെ ദൈവം എന്നുള്ളൊരു രീതിയിൽ കാണുവാണെങ്കിൽ ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മമാരുടെ മെയിനായിട്ടുള്ളൊരു ജോലി എന്ന് പറയുന്നത് പിള്ളേരെ നോക്കുക, അതുപോലെ തന്നെ അടുക്കള കാര്യങ്ങൾ നോക്കുക, അപ്പൻ പണിയെടുത്ത് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് ചോറ് വിളമ്പി കൊടുക്കുക, ഇതൊക്കെയാണ് അമ്മമാർ ചെയ്യേണ്ട കാര്യം എന്ന് നമ്മൾ ചെറുപ്പം മുതലേ ട്രഡീഷണലായിട്ട് പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. അപ്പം അമ്മമാരെന്ന് പറയുന്നത് അവരൊരു മനുഷ്യരാണ്. മദേഴ്സ് ആർ ഹ്യൂമൻ. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് എന്താണെങ്കിലും വേണം. അവർക്ക് അവരുടേതായ ഒരു അംബീഷൻസ് കാണും, അവരുടേതായ ഒരു കാഴ്ചപ്പാടെല്ലാം കാണും എന്നാണ് നമ്മുടെ ശശി ദേശ്പാണ്ഡെ പറയാൻ. അപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് ഫിലിംസ് എന്ന് പറയും.
സിനിമകൾ. The movies portrays a stereotypical version of the mother. The mother is simply nothing else but a mother. Clad in white, she had no desires or wishes beyond that of a mother. അപ്പം നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുവരുന്ന സിനിമകളിലൊക്കെ ഒരു ചെറുപ്പം മുതലേ കണ്ടുവരുന്ന ഒരു രീതിയാണ് അമ്മമാരെ സാധാരണ ഒരു വെള്ള സാരി ഉടുപ്പിച്ച് നിർത്തുക. അമ്മമാർക്ക് വേറെ അതിൽ കൂടുതലൊന്നും ചെയ്യാനൊന്നുമില്ല. ഇപ്പോൾ ചില കഥാപാത്രങ്ങൾ ചെറുപ്പം മുതലുള്ള കഥാപാത്രം കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്ന ഒരു നടി അമ്മ മാത്രമായിട്ടുള്ളൂ പുള്ളിക്കാരി. ചെറുപ്പം മുതലേ അമ്മ എന്ന റോള് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം അങ്ങനെ അമ്മമാരെ ആ ഒരു ഒറ്റ ക്യാരക്ടറിൽ ഒതുക്കി നിർത്തുന്ന ഒരു സമ്പ്രദായമാണ് ഫിലിംസിലെല്ലാം നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുവരുന്നത്. ശശി ദേശ്പാണ്ഡെ ബിലീവ്സ് ദാറ്റ് ദിസ് സ്റ്റീരിയോടൈപ്പ് മൈറ്റ് ഹാവ് എൻറ്റേർഡ് ഹെർ കോൺഷ്യസ്നെസ്. അപ്പോൾ ഈ ചെറുപ്പം മുതലേ നമ്മൾ ഈ സിനിമ കണ്ടുവരുമ്പോൾ നമ്മുടെ ഉള്ളിലും ഈ ഒരു അവബോധം നമ്മുടെ ഉള്ളിലും ഉണ്ടാകുകയാണ്. അമ്മ എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ 4 കോർണറിനുള്ളിൽ നിൽക്കേണ്ട ഒരാളാണ്. Movies portrayed women as simply mothers and nothing else, not even a wife. She has only desires and hopes that center around her children. അപ്പോൾ അവളുടെ ചിന്തകളും അവളുടെ പ്രവൃത്തികളും എല്ലാം അവളുടെ ചുറ്റുപാടുകൾ അവളുടെ പിള്ളേരിൽ ഒതുങ്ങി നിൽക്കണം എന്നാണ് മൂവീസും പറയുന്നത്, സിനിമകളും പറയുന്നത്. ഓൾ ഹെർ അംബിഷൻസ് ആൻഡ് ജോയ്സ് ഡു നോട്ട് ഗോ ബിയോണ്ട് ഹെർ ചിൽഡ്രൻ. അവളുടെ ലക്ഷ്യങ്ങളും സന്തോഷങ്ങളും അവളുടെ ചിൽഡ്രന് പിള്ളേർക്ക് അതീതമായി പോകരുത്. എന്ന് വെച്ചാൽ അവളുടെ ജീവിതം എന്ന് പറയുന്നത് പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ്. ദേ ആർ നത്തിങ് ഫോർ ഹെർസെൽഫ്. ഓൾ ഗുഡ് മദേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ദിസ് വേ. ദ മദർ ഈസ് ഷോൺ ആസ് പ്യുവർ ആൻഡ് സിമ്പിൾ. അക്കോർഡിംഗ് ടു ദേശ്പാണ്ഡെ, എവറിത്തിങ് ഈസ് സ്ക്വീസ്ഡ് ഔട്ട് ഓഫ് ദി മദർ, ലീവിംഗ് ഹെയർ വിത്ത് ജസ്റ്റ് മദർഹുഡ് ആസ് ഇൻ ദ മൂവീസ്. Thus, movies in the Indian industry tend to portray mothers with no other futures or desires. ഫ്യൂച്ചേഴ്സിൻ്റെ സ്പെല്ലിങ് FUTU, ഫ്യൂച്ചർ, ഭാവിയുള്ള ഫ്യൂച്ചേഴ്സാണ്, എനിക്ക് മാറിപ്പോയതാണ്. അപ്പം ഇത്രയാണ് പറയാനുള്ളത്. സിനിമകളിലെല്ലാം ചെറുപ്പം മുതലേ കണ്ടുവരുന്നത് അമ്മ പ്യുവറാണ്, സിമ്പിളാണ്. അമ്മ എന്ന് പറയുന്നത് പ്രതികരിക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്. അതുപോലെ സിനിമകൾ കണ്ടുവരുന്ന റെപ്രസെൻ്റ് ചെയ്യുന്ന വഴി എന്ന് പറയുന്നത് അത് ആ ഒരു രീതിയിലാണ്. അവൾ അതിൽ പിള്ളേരെ കൂടുതൽ ചിന്തിക്കാൻ പാടില്ല, അവളുടെ ജീവിതം മുഴുവൻ പിള്ളേർക്കും ഭർത്താവിനും വേണ്ടിയുള്ളതാണ് എന്നുള്ള ഒരു പഠനം ചെറുപ്പം മുതലേ നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ നമ്മുടെ ചിന്തയിൽ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ സിനിമയും സൊസൈറ്റിയും എല്ലാം. അപ്പം അതിൽ കൂടുതൽ ചിന്തിക്കരുത് എന്നുള്ള കാര്യം ശശി ദേശ്പാണ്ഡെ കാണിക്കുകയാണ്. അപ്പം ശശി ദേശ്പാണ്ഡെ അതിനെതിരെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. 4ാമത്തെ പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശശി ദേശ്പാണ്ഡെ ആസ് എ മദർ, അൺനാച്ചുവേർഡ് മദർ. അപ്പം ശശി ദേശ്പാണ്ഡെ ഒരു അമ്മയായപ്പോഴുള്ള ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു അനുഭൂതി എന്താണെന്ന് അവൾ പറയുകയാണ്. അൺനാച്ചുവേർഡ് മദർ എന്ന് വെച്ചാൽ, അൺനാച്ചുവേർഡ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ അല്ലാത്ത മദർ എന്ന് വെച്ചാൽ ഒരു അമ്മ എന്നുള്ളതിൽ മാറി അമ്മമാർക്ക് തോന്നാത്ത ചില വികാരങ്ങളൊക്കെ ഈ ശശി ദേശ്പാണ്ഡെക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവളെ തന്നെ അൺനാച്ചുവേർഡ് മദർ എന്ന് പറയുന്നത്. നാച്ചുറലായിട്ട് അമ്മമാർക്ക് തോന്നുന്ന ഒരു സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇവൾക്കില്ലായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഗീവിംഗ് ബർത്ത് ടു ആൻഡ് റേസിംഗ് എ ചിൽഡ്രൻ ക്യാൻ ബി ഡിഫിക്കൽട്ട് ഫോർ ദി മദർ, ഓഫൺ നോട്ട് നോയിങ് ഹൗ ടു ഡീൽ വിത്ത് സിറ്റുവേഷൻസ്. ഷീ റിയലൈസസ് ദാറ്റ് ഷീ ഹാസ് നോട്ട് ചേഞ്ച്ഡ് ബട്ട് ഇൻസൈഡ് ഈസ് ദി പേഴ്സൺ ആസ് ബിഫോർ. അപ്പം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അമ്മയായിക്കഴിഞ്ഞാൽ അവളുടെ സ്വഭാവം തന്നെ എൻറ്റയർലി മാറും. കൊച്ചിനോട് ഇടപെട്ട് അവളുടെ സ്വഭാവം തന്നെ വേറെ രീതിയിലാവും എന്നൊക്കെ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ട്. പക്ഷെ അവൾ പറയുന്നത്, എനിക്കങ്ങനെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, അത് തന്നെയാണ് പ്രഗ്നൻ്റ് ആയതിനു ശേഷവും അത് തന്നെയാണ്. എന്ന് വെച്ചാൽ അമ്മ എന്ന് പറയുന്നത് നമ്മൾ അത്ര ടാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അവൾ അമ്മ എന്നതിന് അപ്പുറം അവളൊരു ഹ്യൂമനാണ്. നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, മദേഴ്സ് ആർ ഹ്യൂമൻ, അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഷീ റിയലൈസസ് ദാറ്റ് ഷീ ഹാസ് നോട്ട് ചേഞ്ച്ഡ്. ഷീ ഹാസ് her own fears and doubt about raising children, especially since she has no previous experience. When Shashi Deshpande became a mother of 10, she often doubted her capacity to be one. She wondered whether she was an unnatured mother and why she has not always joyous in the mother process.
അപ്പം സാധാരണ അമ്മമാരെ പോലെ അല്ലായിരുന്നു എന്നൊരു തോന്നല് ശശി ദേശ്പാണ്ഡെയുടെ ഉള്ളിൽ തോന്നുകയാണ്. അവൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഞാനൊരു നാച്ചുറൽ മദർ അല്ലേ? കാരണം എനിക്ക് കൊച്ചുണ്ടായപ്പം എനിക്ക് ദേഷ്യമാണ് വന്നത് ഒന്നാമത്. കാരണം അവൾക്കൊരു 10 വയസ്സുള്ള ഒരു കൊച്ച് ഉണ്ടായതിന് ശേഷം ഒരു 10 വയസ്സ് കൊച്ചിനായപ്പോൾ അവൾക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നു. കാരണം കൊച്ചു കരയുന്നതൊക്കെ കേട്ടിട്ട് ഇവളുടെ ഒരു പണിയെടുക്കാനും സമ്മതിക്കത്തില്ല. അപ്പം അതൊന്നും ഇവളെ അലട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഇവളോട് തന്നെ ചോദിക്കുകയാണ്, ശരിക്കും ഞാൻ മാത്രമുള്ളോ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു അമ്മ, ഞാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ? ഷി വണ്ടർഡ് വെദർ ഷി വാസ് ആൻ അൺനാച്ചുറഡ് മദർ ആൻഡ് വൈ ഷി വാസ് നോട്ട് ഓൾവേസ് ജോയിയസ് ഇൻ ദ മദറിങ് പ്രോസസ്. അപ്പോൾ അവൾ പറയുകയാണ്, ഒരു കുട്ടികളെ നോക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല, അത്ര രസമുള്ളൊരു കാര്യമല്ല എന്ന് അവൾ പറയുക. അപ്പം ഏത് സമയം ചെവിതല തരത്തില്ല എന്നുള്ളത് അവൾ തുറന്നടിച്ച് പറയാം. ഷീ ഫെൽറ്റ് ട്രാപ്ഡ് ആൻഡ് വണ്ടേർഡ് ഓവർ ഹെർ റേജ്. അവളുടെ ദേഷ്യത്തിൽ അവൾക്ക് എന്ത് കണ്ടാലും ദേഷ്യം എന്നുള്ളൊരു രീതിയിൽ, റേജ് എന്ന് പറഞ്ഞാൽ അത്രയും ദേഷ്യം എന്നാണ് ഒരു രീതിയിൽ അവൾ ആയിക്കഴിഞ്ഞു. ഷീ ഫെൽറ്റ് ഷീ വാസ് ബീയിങ് സ്വാലോഡ് അപ്പ് ആൻഡ് വാണ്ടഡ് ടു ബറി ഹെർ ഹെഡ് ഇൻ ദ പില്ലോ വെൻ ദ ചിൽഡ്രൻ ക്രൈഡ്. അപ്പോൾ അതുപോലെ തന്നെ അവളുടെ പിള്ളേരെന്തെങ്കിലും കരഞ്ഞു കഴിഞ്ഞ് ഇവൾ ഓടിപ്പോയിട്ട് ഈ സൗണ്ട് കേൾക്കാതിരിക്കാൻ അവളുടെ പില്ലോ തലേണ എടുത്തിട്ട് പൊത്തിപ്പിടിച്ച് ബെഡിൽ വന്ന് കിടക്കും. അപ്പോൾ ഷീ ഫെൽറ്റ് ആസ് ഇഫ് ദ ചിൽഡ്രൻ ക്രൈഡ് ടു ദം. ഷീ ലുക്ഡ് ബാക്ക് വിത്ത് നൊസ്റ്റാൾജിയ ടു ഹെർ ഡേയ്സ് ആസ് എ ഗേൾ വെൻ ഷീ വാസ് കെയർ ഫ്രീ ആൻഡ് ഫ്രീ. ദ റേജ് വാസ് ഫ്രം ഹെർ ഇനബിലിറ്റി ടു മീറ്റ് ദ ഡിമാൻഡ്സ് മെയ്ഡ് അപ്പോൺ ഹെർ. അപ്പം സാധാരണ അമ്മയായതിനു ശേഷം കഴിഞ്ഞാൽ കുട്ടികളെ നോക്കുക എന്നുള്ളൊരു കടമ്പയുണ്ട്. പക്ഷെ ഇവളുടെ പിള്ളേർ കരയുന്ന കേട്ടിട്ട് ഇവൾക്ക് ഒട്ടും സ്വസ്ഥത വരുന്നില്ല. ഇവൾക്ക് അതുപോലെ തന്നെ ഇറിറ്റേഷൻ ആവുകയാണ്. ഇവള് ബെഡിൽ പോയി പില്ലോയൊക്കെ മുറുക്കെ പിടിച്ച് ആ സൗണ്ട് എങ്ങനെയെങ്കിലും കേൾക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ശ്രമിക്കുക. അതുപോലെ തന്നെ അവളുടെ പഴയകാല ഓർമ്മ വരിക. അവള് പണ്ട് പിള്ളേരെ ഇല്ലാതിരുന്നപ്പോൾ എന്ത് ഫ്രീ ആയിരുന്നു അവളുടെ ജീവിതം എന്ന് ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരിടത്തും മാറിപ്പോകാൻ പോലും സാധിക്കുന്നില്ല. ശശി ദേശ്പാണ്ഡെ realizes that it is normal to feel angry and resentful as a mother. Mothers are humans and are entitled to feel what they feel without being placed on a pedestal like a goddess. അപ്പം അമ്മ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ദൈവികമായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. അവൾക്കും അവൾക്കും ദേഷ്യം വരും. അതുപോലെ തന്നെ ആണുങ്ങൾക്ക് എന്ത് തോന്നുന്നോ ആ ഒരു രീതിയിലെല്ലാം അവൾക്കും അവളുടെ ഉള്ളിലും ഫീലിങ്സും ഇമോഷൻസും എല്ലാം ഉണ്ടെന്ന് അവൾ പറയുകയാണ്. ശശി ദേശ്പാണ്ഡെ പറയാണ്, മദർഹുഡ് ഈസ് നോട്ട് എ ഹോളി പ്രോസസ്. അതൊരു വിശുദ്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഈ അമ്മ ആകുക എന്ന് പറയുന്നത്. ബട്ട് എ നാച്ചുറൽ. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരു ഹോളി പ്രോസസ് അല്ല എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അത് അല്ല എന്ന് ഇവള് പറയാണ്. മദേഴ്സ് ആർ ജസ്റ്റ് മദേഴ്സ് ബട്ട് ഓൾസോ ഹ്യൂമൻസ് വിത്ത് ദെയർ ഓൺ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അമ്മമാരെന്ന് പറയുന്നത് വെറും അമ്മമാര് തന്നെയാണ്. കാരണം അവർക്ക് അമ്മമാരാകുന്നതിന് മുമ്പ് തന്നെ അവരൊരു മനുഷ്യരാണ്. ആ മനുഷ്യർ എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ ചിന്തകളുമുണ്ട്, അതുപോലെ തന്നെ ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ്ലെസ്നെസ് ആൻഡ് ക്രിയേറ്റീവ് ആർ അൺഈസി പാർട്ട്നേഴ്സ്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയില്ലായ്മയും ക്രിയേറ്റിവിറ്റിയും ഒരിക്കലും ഒരുമിച്ച് പോകത്തില്ല എന്നാണ് പറയുന്നത്. കാരണം എന്നാന്ന് നമുക്ക് നോക്കാം. ഫോർ ദി മദർ, അപ്പൊ ഇതെല്ലാം പറയുന്ന ശശി ദേശ്പാണ്ഡെയുടെ അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ അവളൊരു എഴുത്തുകാരിയാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. പക്ഷെ പത്മശ്രീ വരെ കിട്ടിയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. ഫോർ ദി മദർ, ഗിൽറ്റ് strikes first, making her feel selfish for trying to spend time writing and following her creative pursuits. അപ്പം ഇവള് ഒരു എഴുത്തുകാരിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവൾ നോവൽ എഴുതുന്നതാണ്, കഥകൾ എഴുതുന്നതാണ്. അപ്പോൾ അവളുടെ ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോയതെന്ന് വെച്ചാൽ അവളുടെ ഫാമിലിയും നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സൈഡും എഴുത്തും ഒരുമിച്ച് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ്. പക്ഷെ അവൾ പറയുന്നത്, നമ്മളിപ്പം ചില അമ്മമാർ നമ്മളിപ്പോൾ എടുത്തു നോക്കുവാണെങ്കിൽ, നമ്മുടെ ചുറ്റുപാടും എടുത്തു നോക്കുവാണെങ്കിൽ, ഇപ്പം ജോലി ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ ജോലി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ തോന്നും, നമ്മുടെ പിള്ളേർ നോക്കിയില്ലല്ലോ, അവരെ എന്നാ ചെയ്യുവാന്ന് അറിയത്തില്ല. അപ്പം സ്വന്തം കാര്യം മാത്രം നോക്കുന്ന അമ്മമാർ അങ്ങനെ ഒരു ഉള്ളിലൊരു ഗിൽറ്റ്, ഒരു കുറ്റബോധം അവരുടെ ഉള്ളിൽ തോന്നും സാധാരണ. ദിസ് ഈസ് വൈ ദി മദർ മൈറ്റ് ഫീൽ. അപ്പം ആ ഒരു കുറ്റബോധവും ക്രിയേറ്റിവിറ്റിയും ഒരുമിച്ച് പോകത്തില്ല.
This is why the mother might feel that selflessness and creativity are uneasy partners. Writing as a mother can be difficult, but Deshpande advocates it and shares her own experience of writing as a mother. വുമൺ നീഡ് ബോത്ത് റൈറ്റിംഗ് ആൻഡ് ഫാമിലി. അപ്പോൾ നമ്മുടെ ദേശ്പാണ്ഡെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം കുറച്ച് കഴിഞ്ഞ പോയിന്റിൽ നോക്കിയായിരുന്നു. കഴിഞ്ഞ പോയിന്റിൽ നമ്മൾ പറഞ്ഞത്, ഇപ്പം ഞാനൊരു അമ്മയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇത്രയും കാലം ഞാൻ ജീവിച്ചു. എൻ്റെ 2 പിള്ളേരെ നോക്കിക്കൊണ്ട് ഇത്രയും നാൾ ഞാൻ ജീവിച്ചു. എൻ്റെ ലൈഫ് ഫുള്ള് ഡെഡിക്കേറ്റ് ചെയ്ത്. എനിക്കൊരു എഴുത്തെന്ന് പറയുന്നൊരു ക്രിയേറ്റീവ് സൈഡും കൂടെ ഉണ്ട്, ക്രിയേറ്റീവ് സ്പേസും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു സൈഡ് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് മക്കളെ നോക്കി. എനിക്കൊരാഗ്രഹം, എൻ്റെ ആഗ്രഹം ഞാൻ മക്കളിൽ കൂടെ നടപ്പിലാക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ ഇരുന്നു. പക്ഷേ അവരെന്നാ ചെയ്തേ? അവർ വലുതായി, അവർ കല്യാണം കഴിഞ്ഞു, അവരവരുടെ ആഗ്രഹങ്ങളുമായിട്ട് അവർ വേറെ സ്ഥലത്ത് പോയി. അപ്പോൾ ഒറ്റപ്പെട്ടത് അമ്മയാണ്. അപ്പോൾ ശശി ദേശ്പാണ്ഡെ പറയുന്നത് ഒരിക്കലും അങ്ങനെ ആവരുത്. മക്കൾ അവരുടെ സൈഡിൽ കൂടെ പൊക്കോട്ടെ, അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്രിയേറ്റീവ് സൈഡും കൂടെ ഒരുമിച്ച് പോകണം. ഒരിക്കലും മക്കളെ പേരിൽ പറഞ്ഞ് നമ്മൾ ഒരിക്കലും കുറ്റബോധം ഉണ്ടാക്കരുത്. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു മക്കളെ നോക്കിയില്ലല്ലോ എന്നുള്ളൊരു ക്രിയേറ്റീവ് സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു കുറ്റബോധം തോന്നും. മക്കളെ നോക്കിയില്ലല്ലോ, അവരെന്നാ ചെയ്യുവാന്ന് എനിക്കറിയത്തില്ല എന്നുള്ള രീതിയിൽ ഒരിക്കലും പോകരുത്. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് ശശി ദേശ്പാണ്ഡെ പറയുന്നത്. But it involves making the right choices. Creativity requires putting oneself first. She says that one is a human first, before becoming a mother. അപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സൈഡിൽ ഇപ്പം നമ്മളിപ്പം ചില അമ്മമാർ എറണാകുളത്തൊക്കെ ഉള്ളവർ നെയ്യുന്നവരുണ്ട്, നെയ്ത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ തുണി നെയ്യുന്നതിനോടൊപ്പം തന്നെ പിള്ളേരെയും നോക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ക്രിയേറ്റീവ് സൈഡും ഉണ്ട്, അതുപോലെ തന്നെ പിള്ളേരെ നോക്കുന്ന ഒരു കടമ്പയും രണ്ടും ഒരുമിച്ചാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ പാടുള്ളൂ. മക്കൾ ഇട്ടിട്ട് പോയാലും മദർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റണം എന്നുള്ളതാണ് ശശി ദേശ്പാണ്ഡെയുടെ കൺസെപ്റ്റ്. വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ചലഞ്ചസ് എ വുമൺ ഫേസസ് ഈസ് ഹൗ ടു ബാലൻസ് ഹെർ റൈറ്റിംഗ് ആൻഡ് ഫാമിലി ഫസ്റ്റ്. അപ്പം ശശി ദേശ്പാണ്ഡെ പോലെ ഉള്ള സ്ത്രീകൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ചസ് എന്ന് പറയുന്നത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക, ഫാമിലിയും റൈറ്റിംഗും ഒരുമിച്ച് കൊണ്ടുപോകുക. ഇപ്പം റൈറ്റിംഗ് മാത്രം കൊണ്ടുപോയാൽ അറ്റ് ഫസ്റ്റ് ദേശ്പാണ്ഡെ കമ്പയർസ് ഇറ്റ് ടു ആൻ ഏർലി അഡിക്ഷൻ. ഷീ വുഡ് വർക്ക് ഓൺലി വെൻ ദി ചിൽഡ്രൻ വെർ സ്കൂൾ, ഡൂയിങ് ഹെർ കോഴ്സ് ലൈക്ക് കുക്കിംഗ് ആൻഡ് ക്ലീനിങ് ഫാസ്റ്റ് ആസ് ഇഫ് സംതിങ് ടു ബി ഫോർഗറ്റൻ ക്വിക്ക്ലി. അപ്പം ഇപ്പോൾ ശശി ദേശ്പാണ്ഡെ പറയാണ്, അവളെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അവളുടെ പിള്ളേർ സ്കൂളിൽ പോകുന്ന ടൈമിൽ, അതുപോലെ തന്നെ അല്ലാത്ത സമയങ്ങളിലൊക്കെ അവളുടെ ക്രിയേറ്റീവ് റൈറ്റിംഗ് സൈഡ് കൊണ്ടുപോയി. ബട്ട് ഓവർ ടൈം ഹെർ റൈറ്റിംഗ് ബിഗെയിൻ ടു ഡിമാൻഡ് മോർ ഓഫ് ഹെർ ടൈം, ജസ്റ്റ് ലൈക്ക് ചിൽഡ്രൻ. ശശി ദേശ്പാണ്ഡെ വാസ് അൺഎബിൾ ടു കീപ് ദ ചിൽഡ്രൻ ആൻഡ് ഹെർ ഫാമിലി അവേ. ഫോർ ദിസ് വൺ ഹാസ് ടു പേ ദ പ്രൈസ്. ഫാമിലി ടൈം വുഡ് കട്ട് ഇൻ ടു ഹെർ റൈറ്റിംഗ് ടൈം വെൻ ദി ഡോർ ബെൽ റാങ് ഓർ വെൻ ദി പ്രഷർ കുക്കർ വിസിൽഡ്. ഷീ ഹാഡ് ടു സ്റ്റോപ്പ് റൈറ്റിംഗ്. അപ്പോൾ ഇവൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടു. കാരണം ഇവളെ എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും പിള്ളേർ കയറി വരുന്നത്, ഈ സ്കൂളിൽ നിന്നൊക്കെ കയറി വരുന്നത്. അപ്പം അവരുടെ ഡോർബെല്ല് വന്ന് അടിച്ച് വൈകിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വൈകിട്ട് പിള്ളേർ കയറി വരുന്ന ഡോർബെല്ലിൽ നിൽക്കുമ്പോൾ ഇവൾക്ക് അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യം അവിടെ നിർത്തേണ്ടി വരും. അപ്പോൾ ആ ഒരു ക്രിയേറ്റീവ് സൈഡിന് അവിടെ ഒരു ബ്രേക്ക് സംഭവിക്കും. അവൾ പിന്നെ അത് മറന്നു പോകും. അല്ലെങ്കിൽ പ്രഷർ കുക്കർ വിസിൽ ചെയ്യുന്ന സമയത്ത് ആയിരിക്കും ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് പോയി അവിടെ പോയി ചെയ്യണം, ഇവിടെ പോയി ചെയ്യണം, അവൾ വേണം എല്ലാം ഓടി നടന്ന് ചെയ്യാൻ. അപ്പം അതിനൊക്കെ അവൾ വില കൊടുക്കേണ്ടി വരും. കാരണം അവളുടെ ക്രിയേറ്റീവ് സൈഡ് അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷീ ഹാഡ് ടു ഡു ഹെർ റൈറ്റിംഗ് ഇൻ ദ ലിമിറ്റഡ് ടൈം അവൈലബിൾ ടു ഹെർ. Thus she faced many challenges as a mother and writer. Women need both writing and family, but involves making the right choices. Creativity requires putting oneself first. But it should not be accompanied by, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക. ക്രിയേറ്റിവിറ്റി സൈഡും അതുപോലെ തന്നെ ഫാമിലിയും ഒരുമിച്ചാണ് നമ്മുടെ ശശി ദേശ്പാണ്ഡെ കൊണ്ടുപോയത്. അപ്പം അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്ത്രീ അമ്മയായതിനോടൊപ്പം തന്നെ അവളുടെ പിള്ളേരെ നോക്കുന്നതിനോടൊപ്പം തന്നെ സ്ത്രീ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പഠിക്കണം. ഭർത്താവിൻ്റെ ചിലവിൽ നിൽക്കാതെ അവളുടെ ക്രിയേറ്റീവ് സൈഡ്, ഇപ്പോൾ അവൾക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇപ്പം പടം വരെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡിസൈനിങ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൊക്കെ ഇപ്പോൾ ഒത്തിരി കാണുന്നതാണ്.
അപ്പം ഒരു ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള ഏതാ അവളുടെ പേരും മറന്നുപോയി. അപ്പം ഒരു കുക്കിംഗ് ചാനലൊക്കെ തുടങ്ങുന്നവരൊക്കെയുണ്ട്. അപ്പം അവളുടെ വീട്ടുകാര്യം ഒരു സൈഡിൽ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവളുടെ ക്രിയേറ്റീവ് സൈഡ് നോക്കുന്നുണ്ട്. കാരണം ഭാവിയിൽ മക്കള് അവരുടെ അംബീഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ലോകം കണ്ട് വേറൊരു ലോകത്തിലേക്ക് പോകുമ്പോൾ ഇവൾ ഒരിക്കലും തനിച്ചാവാൻ പാടില്ല എന്നാണ് ശശി ദേശ്പാണ്ഡെ ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പം ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്ന കാര്യം അതുകൊണ്ടാണ് കുറ്റബോധവും ക്രിയേറ്റിവിറ്റിയും ഒരുമിച്ച് പോവാത്തത്. ആ കുറ്റബോധം ഉണ്ടാവരുത് എന്നാണ് നമ്മുടെ ഓതർ പറയാം. അപ്പം 4ാമത്തെ പോയിന്റ് അൺനാച്ചുറേഡ് മദർ. അവൾക്ക് എന്തുകൊണ്ട് ബാക്കിയുള്ള അമ്മമാരെ പോലെ അല്ല, അവൾക്കുള്ളിൽ തന്നെ തോന്നിയൊരു കാര്യമാണ്, ഞാനൊരു സാധാരണ അമ്മയല്ലേ, എനിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ലേ എന്നുള്ളൊരു ചിന്ത അവളുടെ ഉള്ളിൽ തോന്നിയതാണ് 4ാമത്തെ പോയിന്റ്. നോക്കുക. പിന്നെ സിനിമകളിലെ അമ്മമാരെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ 1ഉം 2ഉം തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റിങ്. ഐഡിയൽ മദർ കൺസെപ്റ്റ്, നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന അമ്മമാർ ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളെ ചെറുപ്പം മുതലേ സിനിമകളും സൊസൈറ്റിയും പറഞ്ഞു പഠിപ്പിച്ച ഒരു സാധനമുണ്ട്. അതാണ് ഐഡിയൽ. നമ്മൾ ഐഡിയലായിട്ട് കാണുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മളെ ഒരു പ്രതിബിംബം. അതും ശരിക്കുമുള്ള റിയൽ ലൈഫിൽ എന്താണ് അമ്മ എന്നുള്ളതും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ അമ്മമാർക്കും ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്കും ചിന്തകളായിട്ട് ഇൻഡിപെൻഡൻറ്റ് ചിന്തകളൊക്കെ ഉണ്ടെന്നുള്ളതാണ് റിയൽ മദറിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നോക്കുക. അത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഈ ഒരു ശശി ദേശ്പാണ്ഡെ എന്ന് പറയുന്ന പേര് മറക്കാതിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.